ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം നീലമണിലലിയുന്നു ദാഹമേഘം നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. ഈ പാട്ട് ഞാൻ പാടുന്നതാണ്. രാവിലെ നല്ല ചിരിച്ചുകൊണ്ട് നമുക്ക് നല്ല ഇഡ്ഡലി അതുപോലെ ദോശ ഇതൊക്കെ തരുന്ന ഭാര്യ, സന്തോഷവതിയായ ഭാര്യ. അപ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ അടിപൊളി നല്ലൊരു ഉള്ളിച്ചമ്മന്തി വേണം. നല്ല ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കും. അത് നമ്മൾ മലയാളികൾക്കുള്ള നല്ലൊരു ശീലങ്ങളിലൊന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ഉള്ളിച്ചമ്മന്തിക്ക് ശേഷം ഞാൻ കുറച്ച് നാളായി നമ്മുടെ ചാനലിലേക്ക് വന്നിട്ട് എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഞാൻ വീഡിയോകൾ കുറേ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കുറേ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഇനി ക്ലിയറായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല മലയാളികൾ കഴിക്കാവുന്ന നമ്മുടെ നാടൻ ഭക്ഷണം, വെജിറ്റബിളായ ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഏറ്റവും എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന അടിപൊളി ഒരു ഉള്ളിച്ചമ്മന്തി കാണാം. താങ്ക്സ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ നല്ലൊരു ഉള്ളി ചട്നിയാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന നല്ലൊരു ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഇപ്പം ചെറിയ ഉള്ളി ഏകദേശം 15-20 വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, നിങ്ങളുടെ അളവിന് ആവശ്യമായിട്ടുള്ള ഉള്ളി എടുക്കുക. ഞാനിവിടെ 15 മുതൽ 20 വരെ എടുത്തിട്ടുണ്ട്. അത്രയും ക്വാണ്ടിറ്റി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ ഉള്ളി നന്നായിട്ട് നമുക്കിതൊന്ന് മൊത്തം ഇതിനകത്തോട്ടാക്കാം. ഉള്ളി നന്നായിട്ട് അരച്ച പേസ്റ്റാക്കി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഏകദേശം അര മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. കാര്യം ഇതിനകത്ത് നമ്മളിനി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ ബിരിയാണി മുളക്, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പം എടുക്കുന്ന മുളക് അനുസരിച്ച് നിങ്ങൾ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ ഏകദേശം 3.5 ടേബിൾ സ്പൂണോളം, ടേബിൾ സ്പൂണല്ല 3.5 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. മുളക് പൊടിയും ഉള്ളിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളിനി കടുവറുത്ത് ചേർക്കുകയാണ്. അതിന് നമുക്ക് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാനിവിടെ ഇപ്പം ഓയിലാണ്, റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. കാര്യം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ കുറച്ച് ഓയിലായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് കുറച്ച് കൂടുതൽ കടുക് യൂസ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ കടുക് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു അച്ചാറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ. ഇനിയിപ്പോൾ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് നേരിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ മുളകിൻ്റെ പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒഴിക്കുന്നതിനോടൊപ്പം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി ചട്നിയാണിത്, മുളക് ഉള്ളിയും കൂടി. ഇതിപ്പം ഞാനൊരു ഇതെന്ന് പറയാം, ഇപ്പം മുളക് പൊടി അവൈലബിൾ ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മുളക് അരച്ച് ചെയ്യാവുന്നതാണ്. മുളക് അരച്ച് ചെയ്യുന്നവർക്ക് ബിരിയാണി മുളക് ഒരു എത്രയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം.
നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചതിന് ശേഷം ഇതുപോലെ കടുക് താളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എളുപ്പം എന്ന് പറഞ്ഞതുകൊണ്ടാണ് മുളക് പൊടി യൂസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് ചട്നിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്